സർവസംശയച്ഛേതാരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 41-ാമത്തെ ശീർഷകമാണ്. അതിൻ്റെ പേര് നാഡീവിവരണം എന്നാണ്. മനുഷ്യ ശരീരത്തിൽ 72,000-ഓളം നാഡികളുണ്ട് എന്നാണ് യോഗശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ നാഡികൾ ഓരോന്ന് എവിടെയാണ്, അതെങ്ങനെയാണ് അവയുടെ സ്ഥിതി, അവയുടെ പ്രവർത്തനം എന്താണ്? 72,000 നാഡികളുടെ പ്രവർത്തനം പറയുന്നില്ല. 14 പ്രധാന നാഡികളുടെ വിവരണമാണ് ഈ ശീർഷകത്തിൽ നൽകപ്പെട്ടിട്ടുള്ളത്. നാഡികൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ ചുരുക്കി ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. നാഡികൾ എന്ന് പറഞ്ഞാൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് അവ സ്ഥൂലങ്ങളല്ല, ഞരമ്പുകൾ എന്നല്ല, നെർവ് എന്നുള്ള അർത്ഥത്തിലല്ല യോഗശാസ്ത്രത്തിലെ നാഡി എന്ന പദത്തിൻ്റെ അർത്ഥം. നാഡികൾ എന്ന് പറഞ്ഞാൽ പ്രാണൻ ഒഴുകുന്ന, പ്രാണശക്തി പ്രവഹിക്കുന്ന ചാലുകളോ കനാലുകളോ ആണ് വാസ്തവത്തിൽ ഈ നാഡികൾ. അപ്പോൾ അത് ഫിസിയോളജിക്കലായിട്ടുള്ള ഒന്നല്ല, എന്ന് പറഞ്ഞാൽ ശരീരശാസ്ത്രപരമായ ഒന്നല്ല, അതായത് സ്ഥൂലമല്ല. അറുത്ത് മുറിച്ച് നോക്കിയാലൊന്നും ഈ നാഡികളെ കാണാൻ പറ്റില്ല, സ്കാനിങ്ങിലൂടെയും ഇവയെ അറിയാൻ പറ്റില്ല. അതിസൂക്ഷ്മങ്ങളാണ് ഈ നാഡികൾ. ഈ നാഡികളിലൂടെയാണ് പ്രാണശക്തി പ്രവഹിക്കുന്നത്. അപ്പോൾ ഈ നാഡികളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടെങ്കിൽ പല രോഗങ്ങളെയും നമുക്ക് മരുന്നുകൾ കൂടാതെ തന്നെ, മരുന്നുകളുടെ സഹായമില്ലാതെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാം എന്നൊക്കെയാണ് യോഗശാസ്ത്രവും യോഗിമാരും ഒക്കെ പറയുന്നത്. എന്തായാലും നമ്മൾ ചികിത്സയ്ക്കൊന്നും പോകണ്ട, നമ്മുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ നാഡീവിവരണം എന്ന ഈ ശീർഷകത്തിൽ പ്രധാനമായി 14 നാഡികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആദ്യമായി അവയുടെ പേര് ഞാനൊന്ന് പറയാം. സുഷുമ്ന, ഇട, പിംഗള, ഉഷ, അലംബുഷ, ഹസ്തിജിഹ്വ, ഗാന്ധാരി, ശംഖിനി, പയസ്വിനി, വിശ്വോദര, സരസ്വതി, രാഗ, ബാലി, ശുകസ്വിനി. ഇതൊന്ന് കാണാതെ പറയാൻ പറഞ്ഞാൽ എനിക്ക് അത് സാധ്യമല്ല. ഞാൻ എഴുതി വെച്ചോണ്ട് വായിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ 14 നാഡികൾ, അവയുടെ സ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ്? ഇതാണ് ഈ ശീർഷകത്തിലെ പ്രതിപാദ്യ വിഷയം. നോക്കാം. തങ്ങൾക്കുള്ളൊരു വിരൽ കൊണ്ടൊരു തെല്ലും നീങ്ങാതെ അളന്നു സൂക്ഷിച്ചു നോക്കിക്കാണുമ്പോൾ അങ്കുലം 96 കൂടിയാലുള്ളായതൻ, അങ്കുലം 96 കൂടിയാലുള്ളായത് മെങ്ങുമേ കുറയാതെ കണ്ടിടാം ശരീരിണാം. ഈ 4 വരികളുടെ അർത്ഥം പറയാം. തങ്ങൾക്കുള്ളൊരു വിരൽ കൊണ്ട് ഒരു തെല്ലും നീങ്ങാതെ അളന്ന് സൂക്ഷിച്ചു നോക്കിക്കാണുമ്പോൾ അങ്കുലം 96 കൂടിയാൽ ഉള്ള ആയതം എങ്ങുമേ കുറയാതെ കണ്ടിടാം ശരീരിണം. അവരവരുടെ വിരൽ വെച്ച് കൃത്യമായി അളന്നു നോക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ പാദതലം മുതൽ ശിരസ് വരെ അവരവരുടെ വിരല്, ആ വിരലിൻ്റെ കനം 1 യൂണിറ്റ് അങ്ങനെ അളന്നു നോക്കാമെങ്കിൽ കൃത്യമായി 96 വിരലിട നീളമുണ്ടാവും ഓരോരുത്തർക്കും, ഓരോരുത്തരുടെ ശരീരത്തിന്. അങ്കുലം എന്ന് പറഞ്ഞാൽ ഒരു വിരലിൻ്റെ അകലം, വിരലിൻ്റെ നീളമല്ല, ആ വിരലിൻ്റെ കനമുണ്ടല്ലോ, വിരലിട, വിരലിൻ്റെ ഇടയല്ല. ആ വിരലിന് നീളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. വിരലിങ്ങനെ നമ്മൾ നിവർത്തി വയ്ക്കുമ്പോൾ വിരലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാം. അതിൻ്റെ വീതി അല്ലെങ്കിൽ അതിൻ്റെ കനം, തിക്നെസ്, ആ വിരലിൻ്റെ കനത്തെയാണ് ഒരങ്കുലം എന്ന് പറയുന്നത്. അപ്പോൾ അവരവരുടെ വിരൽ കൊണ്ട് അളന്നു നോക്കിയാൽ 96 വിരലിടകൾ, വിരലിൻ്റെ കനത്തിന് തുല്യമായിരിക്കും ഓരോരുത്തരുടെ ശരീരവും. ഈ 96 എന്നുള്ള സംഖ്യ നമ്മൾ നേരത്തെ കണ്ടതാണ്. 96 തത്വങ്ങൾ ആണ്
ഈ ശൈവ സിദ്ധാന്തത്തിലുള്ളത്. അതിൽ 36 ശിവതത്വങ്ങളും 60 ശക്തി തത്വങ്ങൾ അല്ലെങ്കിൽ ജഡതത്വങ്ങളുമാണ്. ഈ 96 ഈ ശരീരത്തിൻ്റെ നീളം 96 അങ്കുലം എന്ന് പറയുന്നതും തമ്മിൽ എത്രമാത്രം പൊരുത്തമുണ്ട് എന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ തങ്ങൾക്കുള്ള ഒരു വിരൽ കൊണ്ട് ഒരു തെല്ലും നീങ്ങാതെ കൃത്യമായി ഇടവേളയില്ലാതെ കൃത്യമായി അളന്നു നോക്കിയാൽ, സൂക്ഷിച്ചു നോക്കിക്കാണുമ്പോൾ വളരെ ശ്രദ്ധ വേണം. അങ്ങനെ അളന്നു നോക്കാമെങ്കിൽ അങ്കുലം 96 കൂടിയാൽ 96 അങ്കുലം നീളമുണ്ടാവും ഓരോ വ്യക്തിക്കും. അവരവരുടെ ശരീരത്തിന് അവരവരുടെ വിരലിൻ്റെ കനം അതിൻ്റെ 96 ഇരട്ടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഉള്ള ആയതം എന്ന് പറഞ്ഞാൽ ദൈർഘ്യം, നീളം എന്നാണ് അർത്ഥം. അങ്കുലം 96 കൂടിയാൽ ഉള്ള ആയതം എങ്ങുമേ കുറയാതെ കണ്ടിടാം ശരീരിടാം. ശരീരികൾക്ക്, പ്രധാനമായും മനുഷ്യർക്ക് കൃത്യമായി ഈ 96 അങ്കുലം നീളം അവരുടെ ശരീരത്തിനുണ്ടാവും. ഇത് അളന്നു നോക്കിയാൽ ആർക്കും ബോധ്യപ്പെടാവുന്നതാണ്. ഇനി ഈ 96 അങ്കുലം നീളമുള്ള ശരീരത്തിലാണ് ഈ നാഡികൾ. വാസ്തവത്തിൽ ഈ നാഡികൾ സൂക്ഷ്മ ശരീരത്തിലാണ്, സ്ഥൂല ശരീരത്തിലല്ല. എന്നാലും സൂക്ഷ്മ ശരീരത്തെ നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് സ്ഥൂല ശരീരവുമായി ബന്ധപ്പെടുത്തി ആ ആപേക്ഷിക സ്ഥാനം പറയാവുന്നതാണ്. എന്ത് പറയുന്നു നോക്കാം. തന്മധ്യേ സുഷുമ്നാഖ്യ നാഡിയാകുന്നീതതും ഒന്നായിട്ടതു വേണു കാണ്ഡമെന്നതുപോലെ മുളച്ചു മൂലാധാരം തന്നിൽ നിന്നതു പിന്നെ വളർന്നു കപാലപത്മത്തോളമൊന്നായിട്ടു സുഷുമ്നയുടെ ബലഭാഗമേ മൂട്ടിൽ മുളച്ചെഴുന്നു സുഷുമ്നമേൽ ചുഴന്നു പടർന്നുടൻ വളർന്നു കപാലപത്മത്തോളമെത്തിശേഷി ചിങ്ങോടിങ്ങു 4 വിരൽ നീളത്തിൽ തൂങ്ങിയത് പിങ്കലയെന്നുള്ളൊരു നാഡിയാകുന്നീതതു തന്നെ നാസികാബലത്തേതായിട്ടിരിപ്പതും അതുതന്നെ നാസികാബലത്തേതായിട്ടിരിപ്പതും. ആദ്യമായി സുഷുമ്ന, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാഡി. 72,000-ഓളം നാഡികളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനം സുഷുമ്ന നാഡിയാണ്. അത് ശരീരത്തിൻ്റെ ഒത്ത നടുക്കാണ്. ശരീരത്തിൻ്റെ ഒത്ത നടുക്ക് എന്ന് പറഞ്ഞാൽ അരഭാഗത്താണ്, അരക്കെട്ടിലാണ് എന്ന് വിചാരിക്കരുത്. നെടുകെ എടുക്കണം. കുറുകെ എടുക്കുമ്പോഴാണല്ലോ അരക്കെട്ട് വരുന്നത്. നെടുകെ നോക്കുമ്പോൾ ശരീരത്തെ 2ആയി നെടുകെ പിളർന്നാൽ നടുക്കുള്ളത് എന്താണ്? നട്ടെല്ല്, സ്പൈനൽ കോഡ് ആണല്ലോ. ആ നട്ടെല്ലിൻ്റെ നടുക്കുകൂടെ താഴെ നിന്നും മുകളിലേക്ക് മൂലാധാരം എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള ചക്രത്തിൽ നിന്നും സഹസ്രാര ചക്രം വരെ, ഏറ്റവും മുകളിലുള്ള ചക്രമായ സഹസ്രാര ചക്രം വരെയുള്ള ദൂരത്തിൽ വ്യാപിച്ചു നിൽക്കുന്നതാണ് ഈ സുഷുമ്ന നാഡി. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സുഷുമ്നയിലൂടെയാണ് കുണ്ടലിനി പ്രസരം, പ്രാണശക്തിയുടെ പ്രസരം. യോഗിമാർക്കാണ് ഈ സുഷുമ്നയിലൂടെ ആ കുണ്ടലിനിയെ പ്രസരിപ്പിക്കാൻ കഴിയുക. അതിനൊക്കെ യോഗാഭ്യാസത്തിൽ നല്ല പരിശീലനവും പാകതയും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റൂ. എല്ലാവർക്കും ഒന്നും ഈ സുഷുമ്നയിലൂടെ ഈ കുണ്ടലിനി ശക്തിയെ ഉയർത്തി അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്തായാലും നമുക്ക് ഈ സുഷുമ്ന നാഡിയാണ് വളരെ പ്രധാനം. തന്മധ്യേ സുഷുമ്നാഖ്യ നാഡിയാകുന്നീത്, അതും ഒന്നായിട്ട് ഒറ്റ നാഡിയാണ്. ഏറ്റവും നീളം കൂടിയ നാഡിയാണ് ഈ സുഷുമ്ന എന്നും മനസ്സിലാക്കുക. ഇതെങ്ങനെയാ കാണപ്പെടുന്നത്? ഒന്നായിട്ടത് വേണുകാണ്ഡമെന്നതുപോലെ. വേണു എന്ന് പറഞ്ഞാൽ പുല്ലാങ്കുഴൽ എന്നാണ് അർത്ഥം. പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത് മുള തന്നെയാണല്ലോ. മുളങ്കുഴൽ തന്നെയാണ് പുല്ലാങ്കുഴൽ. സംഗീത കച്ചേരിയിലും മറ്റും ഫ്ലൂട്ട് എന്ന് പറയുന്നില്ലേ, അത് തന്നെ വായിക്കുന്നത്. മുരളീധരൻ, ആ മുരളി തന്നെയാണ് വേണു. വേണുകാണ്ഡം എന്ന് പറഞ്ഞാൽ മുളം തണ്ട് എന്നാണ് അർത്ഥം. മുളം തണ്ട് അധികം വണ്ണം ഉണ്ടാകത്തില്ല, നേർത്തതായിരിക്കും, നേരെ വളർന്നു പൊങ്ങുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അതിൽ
മുട്ടുകൾ ഉണ്ടാവും, ഓരോ ചെറിയ ചെറിയ ഖണ്ഡങ്ങൾ പോലെ. ആ മുട്ടുകളിൽ നിന്നാണ് ഈ മുളയുടെ ഇലകൾ ഉദ്ഭവിക്കുന്നത്. അപ്പോൾ ഈ സുഷുമ്നയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വേണുകാണ്ഡം പോലെയാണ്, ഒരു മുളന്തണ്ട് പോലെയാണ്. എന്ന് പറഞ്ഞാൽ നേരെ മൂലാധാരം എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള എന്ന് പറഞ്ഞാൽ അത് നട്ടെല്ലിൻ്റെ ചുവടാണ്. ആ ചുവട്ടിൽ നിന്നും നേരെ മുകളിലേക്ക് ആണ് ഈ സുഷുമ്ന വളർന്നു പൊന്തിയിട്ടുള്ളത്. വേണുകാണ്ഡം എന്നതുപോലെ മുളച്ചു മൂലാധാരം തന്നിൽ നിന്നതു പിന്നെ വളർന്നു കപാലപത്മത്തോളമൊന്നായിട്ടു. ഇത് എവിടുന്നാ മുളച്ചു പൊന്തിയത് ഈ സുഷുമ്ന നാഡി? അതിൻ്റെ ഉദ്ഭവം എവിടെയെന്ന് പറഞ്ഞാൽ മൂലാധാരം, നട്ടെല്ലിൻ്റെ ചുവടാണ് മൂലാധാരം. പക്ഷേ അത് സ്ഥൂലമല്ല. നട്ടെല്ലിൻ്റെ ചുവട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അതിന് നേരെ ഉള്ളിൽ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ആരംഭിക്കുന്ന നാഡിയാണ് ഈ സുഷുമ്നാ നാഡി. മുളച്ചു മൂലാധാരം തന്നിൽ നിന്നതു പിന്നെ വളർന്ന് കപാലപത്മത്തോളമൊന്നായിട്ട്. ആ മൂലാധാരത്തിൽ നിന്നും ആരംഭിച്ച് അങ്ങനെ മുകളിലേക്ക് ഉയർന്ന് കപാലപത്മം എന്ന് പറഞ്ഞാൽ സഹസ്രാര ചക്രം എന്നാണ് അർത്ഥം. എല്ലാം സൂക്ഷ്മ ശരീരത്തിലാണ്. സ്ഥൂലമായ ഒന്നിനെക്കുറിച്ചും ഈ യോഗശാസ്ത്രത്തിൽ പറയുന്നില്ല. ഒക്കെ അതിസൂക്ഷ്മമായ കാര്യങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈ മൂലാധാരത്തിൽ നിന്ന് നേരെ സഹസ്രാരം, അതിനെയാണ് കപാലപത്മം. അത് ഒരു താമരപ്പൂ പോലെ, 1000 ഇതളുകളുള്ള ഒരു താമരപ്പൂ പോലെയാണ് ഈ സഹസ്രാര ചക്രം നമ്മുടെ ശിരസിൻ്റെ ഏറ്റവും മുകൾ വശത്ത്, എന്നാൽ സൂക്ഷ്മ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അതുവരെ വ്യാപിച്ചു കിടക്കുന്നു ഈ സുഷുമ്ന. അതാണ് സുഷുമ്നയുടെ വിവരണം. ഇനി ഈ സുഷുമ്നയുടെ 2 വശത്തായി 2 നാഡികളുണ്ട്. സുഷുമ്നയുടെ വലത് ഭാഗത്തുള്ളത് പിംഗള എന്നുള്ള നാഡിയാണ്. ഇടതുവശത്തുള്ള നാഡി ഇട എന്നാണ്. ഇത് പുരുഷ ശരീരത്തെ സംബന്ധിച്ചാണ് ഈ വിവരണം. വലത്തുള്ളത് പിംഗളയും ഇടത്തുള്ളത് ഇട എന്ന പേരോട് കൂടിയ നാഡിയുമാണ്. സ്ത്രീകളിൽ ഇത് നേരെ തിരിഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ പിംഗള ഇടതുവശത്തും ഇട വലതുവശത്തുമായിരിക്കും. ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും ഇങ്ങനെ ഈ നാഡികൾക്ക് ചെറിയ സ്ഥാനമാറ്റം, ഒന്ന് ഇടതും മറ്റേത് വലതും. പുരുഷന്മാരിൽ കാണപ്പെടുന്നതിൻ്റെ നേരെ വിപരീതമാണ് സ്ത്രീയുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ പുരുഷന്മാരുടെ ശരീരത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. അതിൻ്റെ നേരെ എതിർദിശയിലാണ് സ്ത്രീകളുടെ ശരീരത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. സുഷുമ്നയുടെ വലഭാഗമേ മൂട്ടിൽ മുളച്ചെഴുന്നു സുഷുമ്നമേൽ ചുഴന്നു പടർന്നുടൻ വളർന്നു കപാലപത്മത്തോളം എത്തി. ആ ശ്ലോകം ഞാൻ ആദ്യം വായിക്കാം. നമ്മൾ ആദ്യത്തെ 4 വരിയല്ലേ വായിച്ചുള്ളൂ. ആ ശ്ലോകം വായിച്ചിട്ട് അർത്ഥത്തിലേക്ക് പോകാം. തന്മധ്യേ സുഷുമ്നാഖ്യ നാഡിയാകുന്നീതൂ ഒന്നായിട്ടതു വേണു കാണ്ഡമെന്നതുപോലെ മുളച്ചു മൂലാധാരം തന്നിൽ നിന്നതു പിന്നെ വളർന്നു കപാലപത്മത്തോളമൊന്നായിട്ടു. സുഷുമ്നയുടെ വലഭാഗമേ മൂട്ടിൽ മുളച്ചെഴുന്നു സുഷുമ്നമേൽ ചുഴന്നു പടർന്നുടൻ വളർന്നു കപാലപത്മത്തോളമെത്തി ശേഷി ചിങ്ങോടിങ്ങു 4 വിരൽ നീളത്തിൽ തൂങ്ങിയത് പിംഗല എന്നുള്ളൊരു നാഡിയാകുന്നീതൂ തന്നെ നാസിക വലത്തേതായിട്ടിരിപ്പതും. നട്ടെല്ലിൻ്റെ നടുക്കുകൂടെ മൂലാധാരം എന്ന ചക്രത്തിൽ നിന്ന് തുടങ്ങി സഹസ്രാര ചക്രം വരെ നീണ്ടു കിടക്കുന്നതാണ്. ഒരു മുളന്തണ്ട് പോലെ നേരെ നീണ്ടു പോകുന്നതാണ് ഈ സുഷുമ്നാ നാഡി. ഈ സുഷുമ്നയുടെ വലഭാഗമേ മൂട്ടിൽ മുളച്ചെഴുന്നു സുഷുമ്നമേൽ ചുഴന്നു പടർന്നുടൻ. ഈ സുഷുമ്നയുടെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന നാഡി അതാണ് പിംഗള. പുരുഷ ശരീരത്തിലാണ് ഈ പിംഗള വലതുവശത്ത് കാണുന്നത്. അത് ഈ സുഷുമ്ന നാഡി ആരംഭിക്കുന്ന അതേ ബിന്ദുവിൽ നിന്ന് തന്നെ
തുടങ്ങി ഈ സുഷുമ്നയിൽ ചുറ്റി പിണഞ്ഞു കിടക്കുന്നു എന്നാണ്. അതായത് വള്ളിയും മറ്റുമൊക്കെ ഒരു മരത്തിൽ പടർന്നു കയറുന്നില്ലേ, അതുപോലെ ഈ സുഷുമ്ന നാഡിയിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നതാണ് ഈ പിംഗള എന്ന് പറയുന്ന നാഡി. സർപ്പം പോലെ നമ്മുടെ ഈ നാഗവിഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നാഗരാജാവ് എന്ന് പറയും. ഈ നാഗങ്ങളുടെയൊക്കെ പടത്തിൽ ഈ നാഗങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഈ പ്രാണശക്തിയാണ്, പ്രാണപ്രസരത്തെയാണ് ഈ പാമ്പായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പിംഗള എന്ന് പറയുന്ന നാഡി സുഷുമ്ന ആരംഭിക്കുന്ന സ്ഥലത്ത് തന്നെ തുടങ്ങി മുകളിലേക്ക് ഉയരുന്നു. പക്ഷെ നേരെയല്ല, ഈ സുഷുമ്ന നാഡിയിൽ ചുറ്റിപ്പിണഞ്ഞ് ഒരു മരത്തിൽ ചുറ്റിപ്പിണഞ്ഞ് വള്ളി എങ്ങനെയാണോ മുകളിലേക്ക് പടരുന്നത് അതുപോലെയാണ് ഈ പിംഗളയുടെ സ്ഥാനം. സുഷുമ്നയുടെ വലഭാഗമേ മൂട്ടിൽ മുളച്ച് പൊന്തി സുഷുമ്നമേൽ ചുഴന്ന് പടർന്നുടൻ വളർന്ന് അങ്ങനെ ചുറ്റിയാണ് അത് മുകളിലേക്ക് പോകുന്നത്. പിംഗള കപാലപത്മത്തോളം എത്തി, കപാലപത്മം വരെ എന്ന് പറഞ്ഞാൽ ആ സഹസ്രാര ചക്രം വരെ എത്തിയിട്ട് എന്തു ചെയ്യും? ശേഷിച്ച് അതിന് പിന്നെയും നീളം കിടപ്പുണ്ട്. അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അവിടെ ചെന്നിട്ട് ഇനി മുകളിലേക്ക് പടരാൻ കഴിയാത്തത് കൊണ്ട് തൂങ്ങിക്കിടക്കുന്നു എന്നാണ്. ഈ വള്ളിക്കും മറ്റും പടർന്നു കയറാൻ സ്ഥലമില്ലെങ്കിൽ അവിടെ നിന്ന് മുകളിൽ നിന്ന് അത് താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നില്ലേ, അതുപോലെ കപാലപത്മത്തിൽ നിന്ന് താഴേക്ക് അല്പം തൂങ്ങിക്കിടക്കുന്നതാണ് ഈ പിംഗള നാഡി. എത്ര ദൂരം അത് ഞാന്ന് കിടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ 4 വിരൽ നീളത്തിൽ തൂങ്ങിയത് 4 അങ്കുലം. നേരത്തെ പറഞ്ഞല്ലോ വിരലിന്റെ കനമെന്ന് പറഞ്ഞില്ലേ, ആ വിരലിന്റെ കനത്തിന്റെ 4 ഇരട്ടി 4 വിരൽ നീളത്തിൽ തൂങ്ങിക്കിടക്കുന്നു. പിംഗല എന്നുള്ളൊരു നാഡിയാകുന്നീതതു തന്നെ നാസികാബലത്തേതായിട്ടിരിപ്പതും. ഇതാണ് പിംഗല നാഡിയുടെ സ്വഭാവം. ഈ പിംഗള നാഡി നാസികയുടെ വലത്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലത് നാസികാദ്വാരത്തിലാണ് ഈ പിംഗള നാഡിയുടെ പ്രവർത്തനം. ഈ പ്രാണൻ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടല്ലോ, ശരിക്കും ആ പദപ്രയോഗം തെറ്റാണ്. ശ്വാസോച്ഛ്വാസം എന്നല്ല, ഉച്ഛ്വാസ നിശ്വാസങ്ങൾ എന്ന് വേണം പറയാൻ. ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ ശ്വാസത്തിനെ ഉള്ളിലേക്ക് വലിക്കുക, അതാണ് ഉച്ഛ്വാസം. നിശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറ്റിയ വായുവിനെ പുറത്തേക്ക് തള്ളുക, അതാണ് നിശ്വാസം. ശ്വാസോച്ഛ്വാസം എന്നല്ല, ഉച്ഛ്വാസ നിശ്വാസങ്ങൾ എന്ന് വേണം പറയാൻ. ഈ പ്രാണൻ ഈ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുമ്പോൾ ഈ പ്രാണശക്തി പ്രധാനമായും ഈ പിംഗള എന്നുള്ള നാഡിയിലും ഇതിൻ്റെ വിപരീത ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ഇട എന്ന പേരോട് കൂടിയ നാഡിയിലുമാണ് പ്രാണൻ സാധാരണ പ്രസരിക്കുന്നത്. ഇടയിൽ നിന്ന് പിംഗളയിലേക്കും പിംഗളയിൽ നിന്ന് തിരിച്ച് ഇടയിലേക്കുമാണ് പ്രാണപ്രസരം. ഈ സാധാരണ മാർഗത്തെ വിട്ടിട്ട് യോഗ അഭ്യാസത്തിലൂടെ ഈ പ്രാണശക്തിയെ ഇടയ്ക്കും പിംഗളയ്ക്കും നടുവിലുള്ള സുഷുമ്നയ്ക്കകത്തുകൂടെ ആ പ്രാണശക്തിയെ പ്രസരിപ്പിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് അത്ഭുതകരമായ പല സിദ്ധികളും നേടാം. ആത്മജ്ഞാനത്തിന് വരെ ആ കുണ്ടലിനി പ്രസരം സഹായിക്കും എന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. വാസ്തവത്തിൽ മനസ്സ് പാകപ്പെടുമ്പോഴാണ്, മനസ്സ് അടങ്ങുമ്പോഴാണ് ഈ പ്രാണൻ സുഷുമ്ന ഇട പിംഗള എന്നുള്ള 2 നാഡികളെ വിട്ടിട്ട് സുഷുമ്നയിലൂടെ പ്രസരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ മനസ്സിന് പാകത വന്നു കഴിഞ്ഞാൽ, സങ്കല്പങ്ങളൊക്കെ ഒടുങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രാണൻ സ്വാഭാവികമായി സുഷുമ്നയിലൂടെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അതിനു വേണ്ടി ചില പ്രത്യേക അഭ്യാസങ്ങളൊക്കെ യോഗശാസ്ത്രത്തിലുണ്ട്. പക്ഷേ അത് ഒരു സൂചകം മാത്രമാണ്. ഈ കുണ്ടലിനി പ്രസരം എന്ന് പറയുന്നത്, ആ പ്രാണപ്രസരം ഒരു സൂചകമാണ്. നമ്മൾ ആധ്യാത്മികമായി പുരോഗമിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചകമാണ് സുഷുമ്നയിലൂടെ മുകളിലേക്ക് ഉയരുന്ന ഈ കുണ്ടലിനി പ്രസരം. അത് പ്രാണപ്രസരം തന്നെയാണ്. അപ്പോൾ ഈ പിംഗള നാഡി താഴെ നിന്ന് ഈ സുഷുമ്നയിൽ ചുറ്റിപ്പടർന്ന് സഹസ്രാര പത്മത്തിലെത്തി അവിടെ നിന്ന് 4 വിരൽ നീളത്തിൽ എന്ന് പറഞ്ഞാൽ 4 അങ്കുലം നീളത്തിൽ തൂങ്ങിക്കിടക്കുന്നു. അത്
നമ്മുടെ വലത് നാസികയിലാണ് ഈ പിങ്കളയുടെ പ്രവർത്തനം. വലത് നാസികാദ്വാരത്തിലാണ്. അതായത് അവിടെയുള്ള ആ പ്രാണനാണല്ലോ ഈ നാസികാദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും. അപ്പോൾ വലത് നാസികയിലാണ് ഈ പിങ്കള നാഡിയുടെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുക. ഇനി സാരം വായിക്കാം. ഓരോ മനുഷ്യൻ്റെയും വിരൽ കൊണ്ട് അല്പവും വ്യത്യാസം വരാതെ അളന്ന് സൂക്ഷിച്ചു നോക്കിയാൽ 96 അങ്കുലം ഉള്ളതാണ് ഈ ശരീരം എന്ന് കാണാം. ശരീരമധ്യത്തിൽ സുഷുമ്നാ നാഡി സ്ഥിതി ചെയ്യുന്നു. ഈ നാഡി മുള പൊട്ടി മുളയ്ക്കുന്നത് പോലെ മൂലാധാരത്തിൽ നിന്നും ഉത്പത്തിയായി മുകളിലേക്ക് വളർന്ന് കപാലപത്മം വരെ ഒന്നായി സ്ഥിതി ചെയ്യുന്നു. മൂലാധാരത്തിൽ സുഷുമ്നയുടെ വലതുഭാഗത്ത് സുഷുമ്നയുടെ മേൽ ചുറ്റിപ്പടർന്ന് വളർന്ന് കപാലപത്മത്തിലെത്തി അവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും 4 വിരൽ നീളത്തിൽ തൂങ്ങിക്കാണുന്നത് പിംഗലാ നാഡിയാണ്. ആ പിംഗലാ നാഡിയാണ് വലത്തെ നാസികയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പിംഗലാ നാഡി മുകളിൽ വരെ ചെന്നിട്ട് ഈ സുഷുമ്നയിലൂടെ പടർന്ന് മുകളിൽ ചെന്നെത്തിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായി 4 അങ്കുലം നീളത്തിൽ തൂങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് പിംഗലാ നാഡിയുടെ വിവരണം. ഇനി അടുത്തത് ഇടാനാഡിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഇടാനാഡി സുഷുമ്നയുടെ ഇടതുവശത്താണ്. പിംഗള വലതുവശത്താണെങ്കിൽ ഇടതുവശത്താണ്. അതെന്താണ്, എങ്ങനെയാണ്, മുകളിലേക്ക് പോകുന്നുണ്ടോ ചുറ്റിപ്പടരുകയാണോ എന്നുള്ളത് ഇനി നോക്കാം. പിംഗലായഥാ തഥാ ഇടയും വാമാ പാർശ്വേ നിന്നുണ്ടായിതു വാമാ നാഡിയാകുന്നീതതും പിംഗള സുഷുമ്നാവാദ്വേജ പൃഷ്ഠപാർശ്വക. പിംഗലയപ്പോൾ വളർന്നൊടിഞ്ഞു തൂങ്ങിയതു വലത്തെ നേത്രം ഉഷ എന്നു പേരന്നാടിക്ക് ധരിക്ക പുനരലംബുഷയുമതുപോലെ വാമലോചനം പിന്നെ ഹസ്തിജിഹ്വയാം നാഡി വാമകർണമാം വലത്തെ ചെവി ഗാന്ധാരിയും. മഹാഭാരതത്തിലെ പ്രശസ്തമായ ഒരു പതിവ്രത രത്നമുണ്ടല്ലോ, അവരാണല്ലോ ഗാന്ധാരി, ധൃതരാഷ്ട്രന്റെ ഭാര്യ. കണ്ണു കാണാത്ത ഭർത്താവിന് വിവാഹം കഴിച്ചു. ആ ഭർത്താവിന് കാണാൻ പറ്റാത്ത ഈ ലോകത്തെ ഞാനും കാണുകയില്ല എന്ന് കല്യാണത്തിന് മുമ്പേ തന്നെ, വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തുണിയെടുത്ത് തൻ്റെ 2 കണ്ണുകളെയും കെട്ടിവെക്കുകയാണ് ചെയ്തത്. ഒന്നും കാണണ്ട. ഗാന്ധാരി മഹാപതിവ്രതയാണ്. അപ്പൊ ഈ പിംഗലാ നാഡി നമ്മൾ പറഞ്ഞു സുഷുമ്നയുടെ വലതുവശത്താണ്. ഈ പിംഗളയെ പോലെ ഈ സുഷുമ്നാ നാഡിയുടെ ഇടതുവശത്ത് വാമപാർശ്വേ പിംഗലാ യഥാ തഥാ ഇടയും വാമപാർശ്വേ നിന്നുണ്ടായി ഇത് വാമനാഡിയാകുന്നതും. ഈ ഇടാനാഡിക്ക് വാമനാഡി എന്നൊരു പേരുമുണ്ട്. വാമം എന്ന് പറഞ്ഞാൽ ഇടത് എന്നാണ് അർത്ഥം, ദക്ഷിണം എന്ന് പറഞ്ഞാൽ വലത്. അപ്പോൾ വലതുവശത്ത് പിംഗളയും ഇടതുവശത്ത് ഇടാനാഡിയുമാണ്. പിംഗള സുഷുമ്നാവാ ദ്വേജ പൃഷ്ഠപാർശ്വക. ഈ പിംഗളയും സുഷുമ്നയും നമ്മുടെ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. എങ്ങനെയാ സ്ഥിതി ചെയ്യുന്നത്? സുഷുമ്നയിൽ പടർന്നാണ് പോകുന്നത്. എങ്ങനെയാണോ പിംഗളാ നാഡി സുഷുമ്നയിൽ ചുറ്റിപ്പിണഞ്ഞ് മുകളിലേക്ക് ഉയരുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഇടാനാഡിയും ചുറ്റിപ്പിണഞ്ഞു പോകുന്നത്. നിങ്ങൾ ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA എന്ന് പറയുമല്ലോ, അവരുടെ ചിഹ്നം കണ്ടിട്ടുണ്ടോ? നടുക്ക് ഒരു വടി, ആ വടിയിൽ ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുന്ന 2 സർപ്പങ്ങൾ. അവ ഇങ്ങനെ ചുറ്റിപ്പടർന്ന് മുകളിൽ ഈ 2 സർപ്പങ്ങളുടെ തലകളും പരസ്പരം അഭിമുഖമായി വരും. ഈ 2 പാമ്പുകളും മുഖത്തോട് മുഖം നോക്കിയിരിക്കും. നടുക്ക് ഒരു വടിയും ഉണ്ടാവും, ഒരു കമ്പ്. ആ കമ്പിലാണ് ഈ 2 സർപ്പങ്ങളും ചുറ്റി ഇങ്ങനെ മുകളിൽ ചെന്നിട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്. എന്താണിത്? നമ്മുടെ യോഗശാസ്ത്രത്തിൽ നിന്ന് കോപ്പി അടിച്ചുകൊണ്ട് പോയതാണ്. ഏതോ വിവരമുള്ള ആളാണ്, ആരാണെന്നറിയില്ല. ആ നടുക്കുള്ള വടി എന്ന് പറയുന്നത് സുഷുമ്നാ നാഡിയാണ്, അല്ലെങ്കിൽ നട്ടെല്ലാണ്. ആ നട്ടെല്ലിൻ്റെ നടുക്കുകൂടെയാണല്ലോ സുഷുമ്ന പോകുന്നത്. ഈ 2 വശത്തും ഇങ്ങനെ പടർന്ന്
അവസാനം മുകളിൽ ചെന്ന് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ആ രണ്ട് സർപ്പങ്ങൾ ഇടാനാടിയും പിങ്കളാനാടിയുമാണ്. അപ്പോൾ ഇവ രണ്ടും സുഷുമ്നയിൽ ചുറ്റിപ്പിണഞ്ഞ് മുകളിലേക്ക് പോകുന്നു. പിങ്കലയാണ് മുകളിൽ ചെന്ന് വളർന്ന് അവസാനം ഒടിഞ്ഞു തൂങ്ങി മുകളിലേക്ക് ഇനി പടരാൻ വ്യാപിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അത് താഴേക്ക് വന്നിട്ട് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. തൂങ്ങി എന്തു ചെയ്യും? അത് വലത്തേ നേത്രം ഉഷയെന്നു പേര് അന്നാടിക്ക്. ഈ മുകളിലേക്ക് പടർന്നു പോയിട്ട് അവസാനം ഇനി അങ്ങോട്ട് പോകാൻ ഇടമില്ല എന്ന ഘട്ടമായപ്പോൾ അതിങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അത് തൂങ്ങി താഴേക്ക് ഇറങ്ങി വലത് കണ്ണിൽ ചെന്ന് ചേരും. ഏത്? പിങ്കളാനാടി. അത് സുഷുമ്നയുടെ വലതുഭാഗത്ത് നിന്നും ആരംഭിച്ച നാഡിയാണ്. അത് മുകളിലേക്ക് ചെന്ന് തൂങ്ങി ആ നാഡിയുടെ മറ്റേ അറ്റം വലത് കണ്ണിൽ അവസാനിക്കുന്നു. ആ തൂങ്ങിക്കിടക്കുന്ന ആ ഭാഗം ഉഷ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു നാഡിയുടെ പേരാണ്. ആ ഭാഗത്തിന് ഉഷ എന്നാണ്. അപ്പോൾ മുകളിലേക്ക് പടർന്നു പോകുന്ന ആ ഭാഗമാണ് പിങ്കളാനാടി. മുകളിൽ ചെന്നിട്ട് അത് തൂങ്ങി താഴേക്ക് വരുമ്പോൾ ആ നാഡിക്ക് വേറൊരു പേരാണ് ഉഷാനാഡി എന്നാണ്. അത് വലത്തെ കണ്ണിലാണ് അവസാനിക്കുന്നത്. പിങ്കലയപ്പോൾ വളർന്നൊടിഞ്ഞു തൂങ്ങിയതു വലത്തെ നേത്രം ഉഷ എന്നു പേരെന്നാടിക്ക്. ആ നാടിക്ക് ഉഷ എന്നാണ് പേര്. ധരിക്ക പുനരലംബുഷയുമതുപോലെ വാമലോചനം. പിന്നെ ഇനി ഈ വലത്തെ കണ്ണിൽ അവസാനിക്കുന്ന പിങ്കളാനാടിയുടെ ഭാഗം അതാണ് ഉഷ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ ഇടയും മുകളിലേക്ക് ഉയർന്ന് അതും ഒടിഞ്ഞു തൂങ്ങി ഇടത്തെ കണ്ണിൽ അവസാനിക്കുന്നു. ആ ഭാഗത്തെ അലംബുഷ അല്ലെങ്കിൽ അലംബുസ രണ്ടു പേരും പറയും. അത് ഇടാനാടിയുടെ തന്നെ അംശമാണ്. അത് ഇടത്തെ കണ്ണിലാണ് അവസാനിക്കുന്നത്. ഇപ്പൊ എത്ര നാഡികളായി? സുഷുമ്ന, സുഷുമ്നയുടെ വലത്തും ഇടത്തുമായി യഥാക്രമം പിങ്കള, ഇട. ഇനി ഈ പിങ്കളയും ഇടയും മുകളിൽ പോയിട്ട് ഞാന്ന് കിടക്കും. അതാണ് ഉഷയും അലംബുഷയും. ഇങ്ങനെ 5 നാഡികളുടെ കാര്യം പറഞ്ഞു. വാമലോചനം. പിന്നെ ഹസ്തിജിഹ്വയാം നാഡി വാമകർണമാം ബലത്തെ ചെവി ഗാന്ധാരിയും. ഇനി 2 നാഡികളുടെ കാര്യം പറയുന്നുണ്ട്. ഒന്നിൻ്റെ പേര് ഹസ്തിജിഹ്വ. ഹസ്തിജിഹ്വ എന്ന് പറഞ്ഞാൽ ആനയുടെ നാവ് എന്നാണ് അർത്ഥം. ഹസ്തി എന്ന് പറഞ്ഞാൽ ആന, ജിഹ്വ നാവ്. ഹസ്തിജിഹ്വ എന്ന വാക്കിൻ്റെ അർത്ഥം ആനയുടെ നാവ് എന്നാണ്. അത് ഒരു നാഡിയുടെ പേരാണ്. അതിൻ്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ഇടത് ചെവിയിലാണ് ഈ ഹസ്തിജിഹ്വ എന്ന നാഡി സ്ഥിതി ചെയ്യുന്നത്. ഹസ്തിജിഹ്വയാം നാഡി വാമകർണമാം. ഇടത്തെ ചെവിയിലാണ് ഹസ്തിജിഹ്വ സ്ഥിതി ചെയ്യുന്നത്. വലത്തെ ചെവി ഗാന്ധാരിയും. വലത്തെ ചെവിയിലും ഇതുപോലെ ഒരു നാഡി സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ചെവി നാഡിയുടെ പേരാണ് ഗാന്ധാരി. ഇപ്പൊ എത്രയായി? 5 2 7. സുഷുമ്ന, പിങ്കള, ഇട, ഉഷ, അലംബുഷ, ഹസ്തിജിഹ്വ, ഗാന്ധാരി. ഹസ്തിജിഹ്വ ഇടത് ചെവിയിലെ നാഡിയും ഗാന്ധാരി വലത് ചെവിയിലെ നാഡിയുമാണ്. ഇനി സാരം വായിക്കാം. പിങ്കളാനാഡി എപ്രകാരമോ അപ്രകാരം ഇടാനാഡിയും ഇടതുഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഇത് വാമനാഡി എന്നറിയപ്പെടുന്നു. വാമം എന്ന് പറഞ്ഞാൽ ഇടതുവശം, ഇടതുഭാഗം എന്നാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ പിങ്കളാനാഡിക്ക് ഇടാനാഡിക്ക് വാമനാഡി എന്നും പേരുണ്ട്. പിങ്കളാനാഡിയും സുഷുമ്നാനാഡിയും പൃഷ്ഠപാർശ്വഭാഗത്ത് നിന്നും അതിൻ്റെ ഒരു ഘടകമായി ആരംഭിക്കുന്നു. പിങ്കളാനാഡിയും സുഷുമ്നാനാഡിയും എന്നല്ല വരേണ്ടത്, പിങ്കളാനാഡിയും ഇടാനാഡിയും എന്നാണ് വരേണ്ടത്. അച്ചടിപ്പശകാവാനേ വഴിയുള്ളൂ. ഈ പിങ്കളയും ഇടയും സുഷുമ്നാനാഡിയുടെ സുഷുമ്നാനാഡി എന്ന് പറഞ്ഞാൽ പൃഷ്ഠം എന്ന് പറഞ്ഞാൽ മുതുക്, മുതുകിൻ്റെ 2 വശത്ത് എന്ന് പറഞ്ഞാൽ നട്ടെല്ലിൻ്റെ ഇരുഭാഗത്ത് നിന്നും ആണ് ആരംഭിക്കുന്നത്. പിങ്കളാനാഡി വളർന്ന ഒടിഞ്ഞു തൂങ്ങി വലത്തെ നേത്രത്തിൽ ചെന്ന് ചേരുന്നു. വലത്തെ കണ്ണിലാണ് ഈ പിങ്കളാനാഡി വളർന്ന് തൂങ്ങി താഴേക്ക് ഇറങ്ങി വലത് കണ്ണിലാണ് അത് അവസാനിക്കുന്നത്. ആ ഭാഗത്തിന്, ആ തൂങ്ങിക്കിടക്കുന്ന ആ ഭാഗത്തിന് ഈ നാഡിക്ക് ഉഷ എന്ന പേർ.
ഇനി അലംബുഷ എന്ന നാഡി ഇടതുഭാഗത്ത് പ്രവർത്തിക്കുന്നു. ഹസ്തിജിഹ്വ എന്ന നാഡി, ഉഷ എന്ന് പറയുന്നത് പിങ്കളാ നാഡി ഒടിഞ്ഞു തൂങ്ങി വലത്തെ കണ്ണിൽ വന്നു ചേരുന്ന ഭാഗമാണ്. അലംബുഷ എന്ന് പറയുന്നത് ഇട ഒടിഞ്ഞു തൂങ്ങി ഇടത്തെ കണ്ണിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി ഹസ്തിജിഹ്വ എന്ന് പറയുന്നത് ഇടത് ചെവിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഡിയാണ്. അതുപോലെ വലത്തെ ചെവി വരെ വന്നു ചേരുന്നത് ഗാന്ധാരി എന്ന നാഡിയുമാണ്. ഇനി എന്ത് പറയുന്നു നോക്കാം. മൂട്ടിൽ നിന്നുണ്ടായോരോ നാഡികളേഴിങ്ങനെ, കേട്ടാലും അതിനുമേൽ മണിപൂരകം തന്നിൽ, കുക്കുടാണ്ടം പോലൊരു കന്തമുണ്ടതിന്മേൽ നിന്നൊക്കവേയുണ്ടായി വന്നു മറ്റുള്ള ഞരമ്പുകൾ, മുന്നം ചൊന്നവ 7 നാഡിയുമതിനുള്ളിൽ, തന്നെ അന്യമുണ്ടായതൊക്കെയും ബഹിർഭാഗേ, അക്കിഴങ്ങിന്മേൽ നിന്നു 4 നാഡികളുണ്ടായി, ഒക്കെയ്ക്കും മൂലമൊന്നു മുഖങ്ങൾ വെവ്വേറെയാം, സുഷുമ്നയുടെ മുമ്പിൽ പൊക്കിൾക്കൂപമാഭാഗാലെഴുന്ന ശുദ്ധിചക്രത്തിനധോ ഭാഗത്തോളം, സുഷുമ്നയുടെ സുഷീരത്തിൽ തൻ മുഖം കൊടുത്തിരുന്നു മൂർധാവിങ്കൽ പീയൂഷമുണ്ടാക്കുന്നു. അതിസൂക്ഷ്മമായ കാര്യങ്ങളാണ് ഈ ശീർഷകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ കുറേയൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയാലേ പിടികിട്ടുകയുള്ളൂ. അല്ലാതെ ഇത് നമുക്ക് ചുമ്മാതെ വായിച്ച് അർത്ഥം പറഞ്ഞു പോകാം എന്നേ ഉള്ളൂ. മൂട്ടിൽ നിന്നുണ്ടായൊരു നാഡികൾ 7 ഇങ്ങനെ. മൂട് എന്ന് പറഞ്ഞാൽ നട്ടെല്ലിൻ്റെ ചുവട്, മൂലാധാരം എന്ന ചക്രം എന്നർത്ഥം. അവിടെ നിന്ന് മേൽപ്പറഞ്ഞ രീതിയിൽ 7 നാഡികൾ ഉണ്ടാകുന്നു. ഏതൊക്കെയാണ് ആ 7? സുഷുമ്ന, പിങ്കള, ഇട, ഉഷ, അലംബുഷ, ഹസ്തിജിഹ്വ, ഗാന്ധാരി. ഈ 7 നാഡികൾ ഉണ്ടാകുന്നു. ഇനി ഈ മൂലാധാരം എന്നുള്ള ചക്രത്തിൻ്റെ മുകളിൽ സ്വാധിഷ്ഠാനം എന്ന ഒരു ചക്രമുണ്ട്. അതിനും മുകളിലാണ് മണിപൂരകം എന്ന ചക്രം. ഈ മണിപൂരകത്തിൻ്റെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പൊക്കിളുണ്ടല്ലോ, നാഭി, അതിൻ്റെ നേരെ പുറകിൽ നട്ടെല്ലിലാണ് ഈ മണിപൂരക ചക്രം സ്ഥിതി ചെയ്യുന്നത്. ആ മണിപൂരകത്തിൽ കുക്കുടാണ്ടം പോലൊരു കന്തമുണ്ട്. കുക്കുടാണ്ടം, കുക്കുടം കോഴി, അണ്ടം മുട്ട. കുക്കുടാണ്ടം എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയുടെ ആകൃതിയിൽ കിഴങ്ങ് പോലെ ഒരു ഭാഗമുണ്ട്. ഒക്കെ സൂക്ഷ്മങ്ങളാണ്, സ്ഥൂലമായ ഒന്നല്ല. ഒരു കിഴങ്ങോ കോഴിമുട്ടയോ പോലെ അല്ല, സൂക്ഷ്മമായ ഒരു ഭാഗമുണ്ട്. അതെവിടെയാണ്? മണിപൂരക ചക്രത്തിൽ. അതിൻ്റെ ആകൃതി കോഴിമുട്ട പോലെയാണ്. കുക്കുടാണ്ടം പോലൊരു കന്തം. കന്തം എന്ന് പറഞ്ഞാൽ കിഴങ്ങ് എന്നാണ് അർത്ഥം. അതിന്മേൽ നിന്നൊക്കവേ ഉണ്ടായി വന്നു മറ്റുള്ള ഞരമ്പുകൾ. ഈ 7 നാഡികളുടെ കാര്യം പറഞ്ഞല്ലോ. ഇതല്ലാതെ വേറെയും 7 നാഡിയുണ്ട്. മൊത്തം 14 എന്ന് പറഞ്ഞല്ലോ. ആ മറ്റുള്ള 7 നാഡികൾ ഈ കോഴിമുട്ട പോലെയുള്ള ആ കിഴങ്ങിൽ നിന്ന് മുളച്ചു പൊന്തുന്നവയാണ്. കന്തമുണ്ട്, അതിന്മേൽ നിന്നൊക്കവേ ഉണ്ടായി വന്നു മറ്റുള്ള ഞരമ്പുകൾ. ഞരമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാഡി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, അല്ലാതെ ശരീരത്തിൽ രക്തമൊഴുകുന്ന സിര, ഞരമ്പ് എന്നുള്ള അർത്ഥമല്ല. പ്രാണൻ ഒഴുകുന്ന നാഡി എന്നാണ് അർത്ഥം. മുന്നം ചൊന്നവ 7 നാഡിയുമതിനുള്ളിൽ, തന്നെ അന്യമുണ്ടായതൊക്കെയും ബഹിർഭാഗേ. ആദ്യം വിവരിച്ച 7 നാഡികൾ മൂലാധാരത്തിൽ നിന്ന് ആരംഭിക്കുന്നവയാണ്. ഇനി പറയാൻ പോകുന്ന 7 നാഡികൾ അത് മണിപൂരകം എന്നുള്ള ചക്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവയുടെ ആ ഉദ്ഭവസ്ഥാനം കോഴിമുട്ട പോലെയുള്ള ഒരു കിഴങ്ങിൻ്റെ ആകൃതിയിലാണ്. കോഴിമുട്ടയോ കിഴങ്ങോ പോലെ. അതിൽ നിന്നാണ് മറ്റ് 7 നാഡികളും ആരംഭിക്കുന്നത്. അക്കിഴങ്ങിന്മേൽ നിന്നു 4 നാഡികളുണ്ടായി, ഒക്കെയ്ക്കും മൂലമൊന്നു മുഖങ്ങൾ വെവ്വേറെയാം. ഈ കിഴങ്ങ് പോലെയുള്ള ആ ഭാഗത്ത് നിന്നും 4 നാഡികൾ ഉണ്ടാകുന്നു. എല്ലാറ്റിൻ്റെയും മൂലം, ഉദ്ഭവസ്ഥാനം ആ കിഴങ്ങ് തന്നെയാണ്. അതിൻ്റെ 4 ഭാഗത്ത് നിന്നും 4 നാഡികൾ ഉണ്ടാകുന്നു. ആ 4 നാഡികളുടെയും
മുഖങ്ങൾ 4 വശത്തേക്കാണ് എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തേക്കാണ് ആ 4 നാഡികളും പോകുന്നത്. എല്ലാറ്റിൻ്റെയും ബേസ്, അടിസ്ഥാനം ആ കുക്കുടാണ്ടം പോലെയുള്ള ഭാഗം തന്നെയാണ്. സുഷുമ്നയുടെ മുമ്പിൽ പൊക്കിൾക്കു വാമഭാഗാൽ എഴുന്ന ശുദ്ധി ചക്രത്തിനധോ ഭാഗത്തോളം സുഷുമ്നയുടെ സുഷീരത്തിൽ തൻ മുഖം കൊടുത്തിരുന്നു മൂർധാവിങ്കൽ പീയൂഷമുണ്ടാക്കുന്നു. ഈ 4 നാഡികൾ കോഴിമുട്ട പോലെയുള്ള ഒരു ആധാരത്തിൽ നിന്ന് പൊന്തുന്നവയാണെന്ന് പറഞ്ഞല്ലോ. ഈ 4 നാഡികളും സുഷുമ്നയുടെ മുമ്പിൽ പൊക്കിൾക്ക് വാമഭാഗാ, നാഭിയുടെ ഇടതുവശത്ത് നിന്ന് തുടങ്ങി ശുദ്ധിചക്രത്തിന് അധോഭാഗത്തോളം. ശുദ്ധിചക്രം എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്ന ചക്രം. വിശുദ്ധി എന്ന ചക്രം എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ഠത്തിലാണ് വിശുദ്ധി ചക്രം. ആജ്ഞാ ഭ്രൂമധ്യവുമാണ്. അപ്പോൾ ആ കണ്ഠം വരെ, വിശുദ്ധി ചക്രത്തിന് താഴെ വരെ ഈ 4 നാഡികളും വ്യാപിച്ചു നിൽക്കുന്നു. ഈ 4 നാഡികൾ ആധാരം ഒന്ന് തന്നെയാണ്, പക്ഷേ മുഖങ്ങൾ വേറെ വേറെയാണ്. ഈ മുഖങ്ങൾ ഈ സുഷുമ്ന ആരംഭിക്കുന്ന സ്ഥാനത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു. 4 മുഖങ്ങൾ, അതായത് ഈ സുഷുമ്നയുടെ ചുവട്ടിൽ മുഖം കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ 4 നാഡികളും സ്ഥിതി ചെയ്യുന്നത്. അവയുടെ മറ്റേ അറ്റമാണ് വിശുദ്ധി ചക്രം വരെ, കണ്ഠഭാഗം വരെ വ്യാപിച്ചു നിൽക്കുന്നത്. സുഷുമ്നയുടെ സുഷിരത്തിൽ തൻ മുഖം കൊടുത്തിരുന്ന്, സുഷുമ്നാ നാഡിയുടെ അധിഷ്ഠാനം താഴെ, അതിൽ ഈ 4 നാഡികളും മുഖം ചേർത്ത് വെച്ചതുപോലെ, ആ സുഷിരത്തിൽ മുഖം പതിപ്പിച്ചതുപോലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നാഡികൾ മൂർധാവിങ്കൽ പീയൂഷമുണ്ടാക്കുന്നു. ആ സഹസ്രാര പത്മത്തിൽ ഈ കുണ്ടലിനി പ്രാണപ്രസരം ഉയരുമ്പോൾ അമൃതാനുഭവം ഉണ്ടാക്കുന്നു. അനിർവചനീയമായ ഒരു ആനന്ദം ആ സമയത്ത് അനുഭവപ്പെടുന്നു. ആ പീയൂഷമുണ്ടാക്കുന്നത് ഈ 4 നാഡികളുമാണ്. സാരം വായിക്കാം. മേൽ സൂചിപ്പിച്ച മൂലാധാരത്തിൽ നിന്നും ഉദ്ഭവിച്ച സുഷുമ്നാ നാഡി, ഇട, പിംഗള, ഉഷ, അലംബുഷ, ഹസ്തിജിഹ്വ, ഗാന്ധാരി എന്ന 7 നാഡികൾക്ക് പുറമേയുള്ള നാഡികളെ ഇനി പറയാം, കേട്ടുകൊള്ളുക. ഇനി പറയുന്ന നാഡികൾ മണിപൂരകത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. മണിപൂരകത്തിൽ കോഴിമുട്ട പോലെ ഒരു മുള അല്ലെങ്കിൽ കന്തം, അതുമല്ലെങ്കിൽ കിഴങ്ങിൻ്റെ ആകൃതിയിലുള്ള ഒരു ഭാഗം ഉണ്ട്. സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. അതിൽ നിന്നാണ് മറ്റ് 7 ഞരമ്പുകൾ അല്ലെങ്കിൽ നാഡികൾ ഉദ്ഭവിക്കുന്നത്. മുൻപറഞ്ഞ 7 നാഡികളും അതിനുള്ളിൽ തന്നെ മറ്റു പല നാഡികൾ ഉണ്ടായതൊക്കെയും ബഹിർഭാഗത്താണെന്നും അറിയുക. ഈ മണിപൂരകത്തിൽ നിന്ന് ആരംഭിക്കുന്ന 4 നാഡികളുണ്ടല്ലോ, മണിപൂരകത്തിലെ മൂലക്കിഴങ്ങിൽ നിന്നും 4 നാഡികൾ ഉണ്ടാകുന്നു. അവയ്ക്ക് ആധാരം ഒന്ന്, മുഖങ്ങൾ വേറെയുമായി സ്ഥിതി ചെയ്യുന്നു. സുഷുമ്നയുടെ മുൻഭാഗത്ത് നാഭിയുടെ ഇടതുഭാഗത്ത് നിന്നും മുളച്ചു വരുന്ന ഈ നാഡികൾ ശുദ്ധിചക്രം അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറയുന്ന ചക്രം, കണ്ഠം, അതിന് കീഴ്ഭാഗം വരെ വ്യാപിച്ചിരിക്കുന്നു. ഈ നാഡികൾ സുഷുമ്നയുടെ സുഷിരത്തിൽ തൻ്റെ മുഖം കൊടുത്തിരുന്ന് മൂർധാവിൽ അമൃതുണ്ടാക്കുന്നു എന്നും അറിഞ്ഞുകൊള്ളുക. ഇതൊക്കെ എങ്ങനെയാണ്, താങ്കൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് ഇങ്ങനെയുള്ള അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല, തുറന്നു പറയാം. എന്തായാലും ഈ അമൃതാനുഭവത്തിന് ഈ 4 നാഡികളും കാരണമായി തീരുന്നു. ഇപ്പൊ 7 നാഡികളുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ 4 നാഡികൾ ഈ മണിപൂരകത്തിൽ നിന്നും ഉദ്ഭവിക്കുന്നു എന്ന് പറഞ്ഞു. അവയുടെ പേരും കൂടെ ഒന്ന് പറയൂ. പറയാം. ശംഖിനി എന്ന നാഡിയാകുന്നതീനുടെ മുമ്പിലുണ്ടൊരു നാഡി, തന്നാമം പയസ്വിനി, തന്മുമ്പിൽ വിശ്വോദരയാകുന്നീതവറ്റിനും ഒന്നായിടുന്നു കോഷ്ഠം തന്മാർഗാനനം ദ്വിധ, ഭോജന നാഡിയായിടുന്നിതു വിശ്വോദര, ജീവന നാഡി പയസ്വിനിയുമറിഞ്ഞാലും ഏവമിമ്മൂന്നു നാഡിക്കും പുരോഭാഗത്തിങ്കൽ മേവിടുന്നിതു സരസ്വതിയാകുന്ന നാഡി, രസനയാകുന്നതെന്നറിക പിന്നെ വിശ്വോദര തന്മൂലം
രണ്ടു മുറിയായിരിപ്പതിൽ കീഴ്മുറി പക്വാശയ പാത്രമായതുപോലെ മേൽമുറി ആമാശയ പാത്രവുമറികടോ. ഇനിയുള്ള 4 നാഡികൾ മണിപൂരകത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആ മൂലക്കിഴങ്ങിൽ നിന്ന് ആരംഭിക്കുന്ന 4 നാഡികളുടെ പേരാണ് ശംഖിനി, പയസ്വിനി, വിശ്വോദര, സരസ്വതി. ഇങ്ങനെ 4 നാഡികളാണ്. ശംഖിനി എന്ന നാഡിയാകുന്നത് അത് ഒരു നാഡി ശംഖിനി. അതിൻ്റെ മുമ്പിലുള്ള നാഡിയാണ് പയസ്വിനി എന്ന പേരോട് കൂടിയ നാഡി. തന്മുമ്പിൽ അതിൻ്റെയും മുമ്പിലാണ് വിശ്വോദര എന്നുള്ള നാഡി. അതിനും ഒന്നായിടുന്നു കോഷ്ഠം. ഇതെല്ലാം തന്നെ ഒരേ ആധാരത്തിൽ നിന്ന് പൊന്തുന്നവയാണ്. ഇങ്ങനെ ശംഖിനി, ശംഖിനിയുടെ മുൻപിൽ പയസ്വിനി, പയസ്വിനിയുടെ മുൻപിൽ വിശ്വോദര എന്ന പേരോട് കൂടിയ നാഡി. തൻ മാർഗാനനം ദ്വിധ. ഈ വിശ്വോദര എന്ന് പറയുന്ന നാഡിയുടെ അത് 2ആയി വിഭജിക്കുന്നു. 2 മുഖങ്ങളുണ്ട്, 2 ശാഖകളായി അത് പിരിയുന്നു. ഭോജനനാഡിയായിടുന്നത് വിശ്വോദര. ഭോജനനാഡി എന്ന് പറഞ്ഞാൽ ആഹാരം നമ്മൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, അതിനെ ദഹിപ്പിക്കുന്ന പ്രക്രിയയിൽ പങ്കാളിയാകുന്നതാണ് ഈ വിശ്വോദര എന്ന പേരോട് കൂടിയ ഭോജനനാഡി. ഇനി പയസ്വിനിയുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ജീവനനാഡിയാണ്. ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്നത് ഈ പയസ്വിനിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ഏവം ഈ 3 നാഡിക്കും, ഇപ്പം 3 നാഡികൾ ഏതെല്ലാം? ശംഖിനി, പയസ്വിനി, വിശ്വോദര. ഈ 3 നാഡിക്കും പുരോഭാഗത്തെങ്കൽ, ഈ 3നും മുമ്പിലായി മേവീടുന്നത് സരസ്വതിയാകുന്ന നാഡി. സരസ്വതി എന്ന് പറയുന്ന നാഡി ഈ പറഞ്ഞ 3 നാഡികൾക്കും മുമ്പിലാണ്. നിങ്ങൾ ഈ നാഡി എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ NADI എന്നാവും നമ്മൾ എഴുതുക, സ്പെല്ലിംഗ് അല്ലേ. ഈ നാഡി എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ എഴുതിയാൽ നദി എന്നും വായിച്ചൂടെ? വായിക്കാം. അപ്പോൾ നമ്മുടെ ഈ പുരാണത്തിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ള ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, ബ്രഹ്മപുത്ര, കാവേരി, താമ്രവർണി, ഇങ്ങനെ എന്തൊക്കെ നദികൾ നമ്മുടെ ഭാരതഭൂമിയിൽ ഉണ്ടോ അവയെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഓരോ നാഡികളാണ് എന്ന് മനസ്സിലാക്കുക. ആ നാഡികളുടെ പേര് പുറമേയുള്ള നദികൾക്ക് കൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നദികളിലൂടെ ഒഴുകുന്നത് ജലമാണെങ്കിൽ നാഡികളിലൂടെ ഒഴുകുന്നത് പ്രാണപ്രസരമാണ്, ശക്തിയാണ്, പ്രാണശക്തിയാണ്. അതുകൊണ്ടാണ് ഈ നദികൾക്ക് നാഡികളുടെ പേര് നൽകിയത്. ഏത് നദിയുടെയും പേര്, ആ പേരിൽ ഒരു നാഡി ഉണ്ടാവും ശരീരത്തിൽ. വളരെ വിശദമായിട്ടൊന്നും നമ്മൾ ഈ യോഗശാസ്ത്രത്തിലേക്ക് പോകുന്നില്ല. എന്നാലും നദി എന്ന് പറഞ്ഞാൽ നാഡി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ മേവീടുന്നത് സരസ്വതിയാകുന്ന നാഡി, ഈ പറഞ്ഞ ശംഖിനി, പയസ്വിനി, വിശ്വോദര, ഈ 3 നാഡികളുടെ മുമ്പിലാണ് സരസ്വതി എന്ന് പറയുന്ന നാഡി. അത് രസനയാകുന്നതെന്നറിയുക, സ്വാദറിയിച്ചു തരുന്നത് ഈ നാഡിയാണ്. അതായത് ഇത് നാവിലാണ്. ഈ നാവിനെ നിയന്ത്രിക്കുകയാണ് ഈ നാഡിയുടെ പ്രധാന ജോലി, സ്വാദറിയിച്ചു തരിക. അത് ഈ നാഡിയുടെ ശക്തിവിശേഷമാണ്. രസനയാകുന്നതെന്നറിയുക. പിന്നെ വിശ്വോദരതൻ മൂലം 2 മുറിയായി. ഈ വിശ്വോദര എന്ന് പറയുന്ന നാഡിയുടെ ആധാരം, താഴെയുള്ള ഭാഗം 2 മുറിയായിരിപ്പതിൽ അത് 2ആയി പിരിയുന്നു എന്ന് പറയുന്നു. അതിൽ കീഴ്മുറി, താഴെയുള്ളത് പക്വാശയപാത്രമായതുപോലെ മേൽമുറി ആമാശയപാത്രവും അറികടോ. പക്വാശയം കീഴ്മുറിയും ആമാശയം മേൽമുറിയുമാണ്. ആമാശയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ആമം എന്ന് പറഞ്ഞാൽ അപക്വം എന്നാണ്. ഈ ആമാശയത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചേർന്നിട്ട് അവിടെ ദഹനം ഭാഗികമായി മാത്രമേ നടക്കുന്നുള്ളൂ, പൂർണ്ണമായ ദഹനം നടക്കുന്നില്ല. കുറേയൊക്കെ ആ ആമാശയത്തിൽ വെച്ച് ദഹിപ്പിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് പക്വാശയം എന്നുള്ള കീഴ്മുറിയിലേക്ക് ആ ആഹാര പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നു. ഇതെല്ലാം പ്രാണന്റെ ശക്തി കൊണ്ടാണ്. ആ കീഴ്മുറി എന്നാണ് പക്വാശയം എന്ന് പറയുന്നത്. ആ പക്വാശയത്തിലാണ് ദഹനം പൂർണ്ണമാവുന്നത്. അവിടെ ദഹനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ചണ്ടിയാണ്, മലം. അത്
വിസർജന ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇപ്പൊ കീഴ്മുറി പക്വാശയപാത്രമായതുപോലെ മേൽമുറി ആമാശയപാത്രവും അറിയടോ. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വിവരിക്കാനോ വർണ്ണിക്കാനോ എനിക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഞാൻ സാരം വായിക്കാം. മൂർധാവിൽ പീയൂഷം അഥവാ അമൃത് ഉണ്ടാകുന്നത് ശംഖിനി എന്ന നാഡിയാണ്. ശംഖിനി എന്ന നാഡിയുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നത് പയസ്വിനി എന്ന നാഡിയാണ്. പയസ്വിനി നാഡിയുടെ മുമ്പിൽ വിശ്വോദര എന്ന നാഡി സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ അന്തർഭാഗത്ത് 2 പ്രകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഡി കൂടെയാണിത്. വിശ്വോദര ഭോജനനാഡിയും പയസ്വിനി ജീവനാഡിയുമാണ് എന്നറിഞ്ഞുകൊള്ളുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ യോഗശാസ്ത്രമൊക്കെ നല്ലതുപോലെ പഠിച്ച് കുറേയൊക്കെ അനുഭവം നേടിയ ഒരു യോഗാചാര്യന് മാത്രമേ ഇതൊക്കെ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിച്ചു തരാൻ പറ്റൂ. എന്തായാലും എനിക്ക് അതിനുള്ള ശക്തിയില്ല. ശംഖിനി, പയസ്വിനി, വിശ്വോദര എന്നീ 3 നാഡികളുടെയും മുൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് സരസ്വതി എന്ന നാഡിയുമാകുന്നു. രസം അല്ലെങ്കിൽ സ്വാദ് ആസ്വദിക്കുന്ന നാഡിയാണിത്. എന്ന് പറഞ്ഞാൽ സ്വാദ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ നാഡിയുടെ സഹായത്താലാണ്. വിശ്വോദര തൻ്റെ മുഖം 2 മുറിയായിരിക്കുന്നതിൽ കീഴ്മുറി പക്വാശയമാണ്. പാത്രം പോലെ സ്ഥിതി ചെയ്യുന്ന മേൽമുറി ആമാശയപാത്രമാണെന്നും അറിഞ്ഞുകൊള്ളുക. ഇനി എന്ത് പറയുന്നു? ഇപ്പോൾ എല്ലാം കൂടെ എത്ര നാഡികളായി? സുഷുമ്ന, പിംഗള, ഇട, ഉഷ, അലംബുസ അല്ലെങ്കിൽ അലംബുഷ, ഹസ്തിജിഹ്വ, ഗാന്ധാരി, ശംഖിനി, പയസ്വിനി, വിശ്വോദര, സരസ്വതി. 14 നാഡികളിൽ 11 എണ്ണത്തിൻ്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 3 നാഡികൾ മാത്രം. ആ നാഡികളുടെ പേര് ഞാൻ ആദ്യമേ പറയാം. രാഗ, ബാലി, ശുകസ്വിനി. ഇതാണ് ആ 3 നാഡികളുടെ പേര്. അതിനെയാണ് ഇനി പറയുന്നത്. പിന്നെയും നാഡീഗന്ധത്തിനധോ ഭാഗത്തിങ്കൽ നിന്നു നാഡികൾ കീഴ്പോട്ടേക്കു പോയവ 3 എന്നതിൽ ബാലി ശകൃത്യാഗകാരിണി തഥാ തന്നൂടെ മുഖമായിടുന്നതു ഗുരുദ്വാരം. പിന്നെയും നാഡീഗന്ധത്തിൻ അധോഭാഗത്തിങ്കൽ. നാഡീഗന്ധം എന്ന് പറഞ്ഞല്ലോ, മണിപൂരക അത് അവിടെ ഒരു കോഴിമുട്ടയുടെ ആകൃതിയിൽ, ഒരു കിഴങ്ങിൻ്റെ ആകൃതിയിൽ ഒരു ഭാഗമുണ്ട്. സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. അവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന നാഡികളുടെ കാര്യമാണ്, 4 എണ്ണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശംഖിനി, പയസ്വിനി, വിശ്വോദര, സരസ്വതി. ഇനി 3 എണ്ണം കൂടെയുണ്ട്. അത് ഈ നാഡീകന്ധത്തിൽ നിന്ന്, ഈ കോഴിമുട്ട പോലെയുള്ള ആ ഭാഗത്തിൽ നിന്നും താഴേക്ക് പോകുന്ന 3 നാഡികളുണ്ട്. പിന്നെയും നാഡീകന്ധത്തിൻ അധോഭാഗത്തിങ്കൽ നിന്ന് നാഡികൾ കീഴ്പോട്ടേക്ക് പോയി അവ 3 എന്നതിൽ 3 നാഡികൾ താഴേക്കാണ് പോകുന്നത്. നാഡികൾ താഴേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വിസർജ്യങ്ങൾ പുറത്തേക്ക് തള്ളാനാണ് ആ നാഡികൾ താഴേക്ക് പോകുന്നത്. അവ ഏതൊക്കെ ഭാഗത്തിലേക്കാണ് പോകുന്നത് എന്നതിൽ ബാലി ശകൃത്യാഗകാരിണി തഥാ. ബാലി എന്ന് പറയുന്ന ഒരു നാഡിയുണ്ട്. അതിൻ്റെ ജോലി ശകൃത് ത്യാഗം എന്നാണ്. ശകൃത്ത് എന്ന് പറഞ്ഞാൽ മലം, ത്യാഗം എന്ന് പറഞ്ഞാൽ വിസർജനം, ഉപേക്ഷിക്കുക. അപ്പൊ മലത്തെ പുറത്തേക്ക് തള്ളുന്ന നാഡിയാണ് ഈ ബാലി എന്ന് പറയുന്ന നാഡി. അത് എവിടെ ചെന്ന് അവസാനിക്കും? അതിൻ്റെ മുഖം എവിടെയാണ്? തന്നൂടെ മുഖമായി ഇടുന്നതു ഗുരുദ്വാരം. ഗുരുദ്വാരം എന്ന് പറഞ്ഞാൽ ഗുദദ്വാരം, മലദ്വാരം. അതിലൂടെയാണല്ലോ മലം പുറത്തേക്ക് വിസർജിക്കപ്പെടുന്നത്. അപ്പൊ അവിടെ ചെന്ന് അവസാനിക്കുന്ന നാഡിയാണ് ബാലി. ഇനി രാഗ എന്നൊരു നാഡിയുണ്ട്. അതെങ്ങോട്ടാ പോകുന്നത്? രാഗ എന്നൊരു നാഡി ബാലി തൻ മുമ്പിൽ മൂത്ര ദ്വാരമാകുന്നീതതു ബാലിയെപ്പോലെ തന്നെ. ഈ ബാലി എന്ന് പറയുന്ന നാഡി ഗുദദ്വാരത്തിലേക്ക്, മലദ്വാരത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ മുമ്പിൽ രാഗ എന്ന് പറയുന്ന ഒരു നാഡിയുണ്ട്. ആ നാഡി നേരെ മൂത്രദ്വാരത്തിലേക്കാണ് പോകുന്നത്. മലം പുറത്തു പോകുന്നത് പോലെ മൂത്രവും പുറത്തേക്ക് പോകണമല്ലോ. അപ്പൊ അതിന് പ്രാണന്റെ സഹായം കൂടിയേ തീരൂ. ഈ പ്രാണൻ ഒഴുകുന്ന ചാലുകളാണ് നാഡികൾ എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അപ്പൊ ഈ മലമൂത്ര വിസർജനത്തിന് പോലും
പ്രാണന്റെ സഹായം വേണം. അകത്തുള്ളതിനെ പുറത്തേക്ക് തള്ളണ്ടേ, ശക്തി വേണ്ടേ, ഊർജം വേണ്ടേ? അതാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഗ എന്ന് പറയുന്ന നാഡി ബാലി എന്ന് പറയുന്ന നാഡിയുടെ മുമ്പിൽ, പുരോഭാഗെ, ബാലിതൻ മുമ്പിൽ മൂത്രദ്വാരമാകുന്നത് അത് ബാലിയെപ്പോലെ തന്നെ. ഒന്ന് മൂത്രദ്വാരത്തിലേക്ക് വരുന്നു, ഒരു നാഡി, അത് രാഗ. വേറൊന്ന് മലദ്വാരത്തിലേക്ക് പോകുന്നു, അത് ബാലി. രാഗ ബാലി എന്നിവ രണ്ടിനും പുരോഭാഗേ, രാഗയ്ക്കും തനിക്കും അന്തർദ്വാരം രണ്ടായിട്ട്, ബാഹ്യഭാഗത്തു മുഖം ഒന്നായി ശുകസ്വിനി, നാടിയാകുന്നീതതു തന്നെ ശുക്ലവാഹിനി. ഇങ്ങനെ 14 നാടികൾ ദേഹം തന്നിൽ, തിങ്ങിടും ബലം പൂണ്ടേട്ടുള്ളതെന്നറിഞ്ഞാലും. ഇങ്ങനെ ബാലി എന്ന് പറയുന്ന നാഡി മലദ്വാരത്തിലേക്കും രാഗ എന്ന് പറയുന്ന നാഡി മൂത്രദ്വാരത്തിലേക്കും പോകുന്നു. ഇത് രണ്ടിൻ്റെയും നടുക്ക് രാഗ ബാലി എന്നിവ രണ്ടിനും പുരോഭാഗെ, ഈ രണ്ട് നാഡികളുടെയും മുമ്പിലായി, അതായത് ഒന്ന് മൂത്രദ്വാരത്തിലേക്ക് പോകുന്നു ഒരു നാഡി, വേറൊരു നാഡി പുറകിലേക്ക് മലദ്വാരത്തിലേക്കാണ് പോകുന്നത്. ഇത് രണ്ടിൻ്റെയും മുമ്പിൽ രാഗയ്ക്കും തനിക്കും അന്തർദ്വാരം രണ്ടായിട്ട്, ഈ രാഗ എന്നുള്ള നാഡിയുടെ അത് രണ്ടായിട്ട് പിരിയുന്നു. അന്തർദ്വാരം അത് ഉള്ളിലാണ്. ആ നാഡിയിൽ തന്നെ 2 ദ്വാരമുണ്ട്. ഒരു ദ്വാരം എന്ന് പറയുന്നത് മൂത്ര വിസർജനത്തിനായുള്ളതാണ്. ഇനി വേറൊരു ദ്വാരം കൂടെയുണ്ട്. ഇത് പുരുഷ ശരീരത്തെ സംബന്ധിച്ചാണ് ശരിയാവുന്നത്. ആ ദ്വാരത്തിലൂടെയാണ് ശുക്ല വിസർജനം സംഭവിക്കുന്നത്. രേതസ് വിസർജിക്കപ്പെടുന്നത് ആ ദ്വാരത്തിലൂടെയാണ്. അപ്പോൾ രാഗയ്ക്കും തനിക്കും അന്തർദ്വാരം രണ്ടായിട്ട്, ഒരേ പുരുഷ ജനനേന്ദ്രിയത്തിൽ നിന്ന് തന്നെയാണ് മൂത്രവും ശുക്ലവും വിസർജിക്കപ്പെടുന്നത്. പക്ഷേ രണ്ടിൻ്റെയും ചാനൽ വേറെയാണ്. മൂത്രം വരുന്ന ദ്വാരം വേറെ, ശുക്ലം വിസർജിക്കപ്പെടുന്ന ദ്വാരം വേറെ. ഇത് പുരുഷ ജനനേന്ദ്രിയത്തെ പറ്റി മാത്രമാണ് ശരിയാവുന്നത്. ഇനി സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിലും ഈ വ്യത്യാസമുണ്ട്. എല്ലാം കൂടെ ഒറ്റ ദ്വാരം എന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല, രണ്ടാണ് എന്നാണ്. മൂത്രം പുറത്തേക്ക് പോകുന്നത് ഒരു ദ്വാരവും, പിന്നെ അണ്ടവിസർജനം അത് നടക്കുന്നത് മറ്റൊരു ദ്വാരത്തിലൂടെയാണ്. ഇത് രണ്ടും കൂടെ ഒരു പൊതുവായ ദ്വാരത്തിലൂടെയായിരിക്കും പുറത്തേക്ക് വരിക. പക്ഷേ ഉള്ളിൽ 2 മാർഗങ്ങളുണ്ട്, 2 പ്രത്യേക ചാനലുകളുണ്ട്. രാഗയ്ക്കും തനിക്കും അന്തർദ്വാരം രണ്ടായിട്ട്, ബാഹ്യമുഖത്ത് മുഖമൊന്നായി. 2 ദ്വാരങ്ങളിലൂടെയാണ് ഈ മൂത്രവും ശുക്ലവും പ്രവഹിക്കുന്നതെങ്കിലും പുറമേ വരുമ്പോൾ ഒരൊറ്റ ദ്വാരത്തിലൂടെ വരുന്നതായി തോന്നും. ആ ശുക്ലത്തെ വിസർജിക്കുന്ന, അതിന് സഹായിക്കുന്ന നാഡിയാണ് ശുകസ്വിനി. അതാണ് അവസാനത്തെ 14ാമത്തെ നാഡി. ബാഹ്യഭാഗത്തു മുഖമൊന്നായി ശുകസ്വിനി, നാഡിയാകുന്നത് അതുതന്നെ ശുക്ലവാഹിനി. രേതസ്സിനെ വിസർജിക്കുന്നത് ഈ നാഡിയിലൂടെ പ്രാണൻ പ്രവഹിക്കുമ്പോഴാണ്. ഇങ്ങനെ 14 നാഡികൾ. ഇങ്ങനെ 14 നാഡികൾ ദേഹം തന്നിൽ, തിങ്ങിടും ബലം പൂണ്ടേട്ടുള്ളതെന്നറിഞ്ഞാലും. ഈ 14 നാഡികളും ശരീരത്തിൽ വളരെ ശക്തിയോടുകൂടെ തന്നെ കഴിയുന്നു. സാരം വായിക്കാം. ശംഖിനി, പയസ്വിനി, വിശ്വോദര, സരസ്വതി എന്നിവയ്ക്ക് പുറമെ നാഡീകന്ധത്തിന്റെ അടിഭാഗത്ത് നിന്ന് കീഴ്ഭാഗത്തേക്ക് പോകുന്ന നാഡികളുണ്ട്. ഇതിൽ രാഗ എന്ന നാഡി മൂത്രദ്വാരത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ മുഖം മൂത്രദ്വാരത്തിലേക്കാണ് തുറന്നു വച്ചിരിക്കുന്നത്. ഇനി ബാലി എന്ന് പറയുന്നത് മലം പുറത്തേക്ക് വിസർജിക്കാൻ സഹായിക്കുന്ന നാഡിയാണ്. അപ്പോൾ രാഗ എന്ന് പറയുന്നത് ഈ ബാലി എന്ന് പറയുന്ന നാഡിയുടെ മുമ്പിലാണ്. അത് മൂത്രദ്വാരത്തിലേക്കുള്ള പ്രാണപ്രസരത്തിന് വേണ്ടിയാണ്, മൂത്രത്തെ വിസർജിക്കാൻ വേണ്ടിയാണ്. ബാലിയുടെയും രാഗയുടെയും മുകൾ ഭാഗത്തായി, രാഗയ്ക്കും ബാലിയുടെയും അകത്തായിട്ടുള്ള ദ്വാരം രണ്ടായി പിരിയുന്നു. ബാഹ്യഭാഗത്ത് മുഖമായി കാണുന്നത് ശുകസ്വിനി എന്ന നാഡിയാണ്. ഈ നാഡിയാണ് ശുക്ലവാഹിനി എന്നത്. ഇപ്രകാരം 14 നാഡികൾ ശരീരത്തിൽ ബലവത്തായി സ്ഥിതി ചെയ്യുന്നു എന്നും അറിഞ്ഞുകൊള്ളുക.
ആ ശീർഷകം അവസാനിക്കാറായി. ഇനി ഒരു 7-8 ശ്ലോകവും കൂടെ ഉള്ളൂ. 8 വരികൾ മാത്രമേ ഉള്ളൂ. അതും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. പിന്നെയും നാഡീഗന്ധാത് തിര്യകൂർധ്വാധോ ഭാഗാത് പൊങ്ങി വന്നുളവായോരെഴുപത്തിരായിരം എണ്ണുകിൽ കുറവില്ല നാഡികൾ ദേഹം തന്നിൽ എങ്ങുമേ പടർന്നിതോ ദേഹരക്ഷാർത്ഥം തഥാ സുഷുമ്നയുടെ പിന്നിൽ തണ്ടല്ലാമതോ ബലം കലർന്നു ദേഹക്ഷേത്രത്തിനു തൂണെന്ന പോലെ വളർന്നു ശിരസ്സാകും താഴികക്കുടത്തിനു ബലങ്ങൾ കൊടുത്തിരിക്കുന്നിതെന്നറിഞ്ഞാലും. ഇങ്ങനെ 14 നാഡികളുടെ കാര്യം പറഞ്ഞു. പിന്നെയും നാഡീഗന്ധാത്, ആ കോഴിമുട്ട പോലെയുള്ള നാഡീഗന്ധത്തിൽ നിന്നും തിര്യക് ഊർധ്വ അധോഭാഗാത്, മുകളിലും താഴെയും വശങ്ങളിലേക്കുമായി 72,000 നാഡികൾ വ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. പൊങ്ങി വന്നുളവായോർ 72,000. ആ 72,000 നാഡികൾ ശരീരം മുഴുവൻ ഇങ്ങനെ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയത്തില്ലേ, നൂലാമാലകൾ പോലെ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു ശരീരത്തിൽ. എണ്ണുകിൽ കുറവില്ല. നിങ്ങൾ വേണമെങ്കിൽ എണ്ണി നോക്കിക്കോളൂ, 72,000-ൽ കുറയില്ല. തികച്ചുണ്ട് 72,000 എന്നാണ് പറയുന്നത്. എണ്ണുകിൽ കുറവില്ല നാഡികൾ ദേഹം തന്നിൽ എങ്ങുമേ പടർന്നിത്. ശരീരം മുഴുവൻ ഈ 72,000 നാഡികൾ എന്തിനാ വ്യാപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദേഹരക്ഷാർത്ഥം തഥാ, ഈ ശരീരത്തെ രക്ഷിക്കാനായി. ശരീരം മുഴുവൻ പ്രാണൻ പ്രസരിക്കണം, ആ പ്രാണശക്തി എല്ലാ കോശങ്ങളിലും നിറയണം. ആ പ്രാണശക്തി പ്രവഹിക്കുന്നത് ഈ നാഡികളിലൂടെയാണ്. അതുകൊണ്ട് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നാഡികൾ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 72,000 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വിവരിച്ച 14 നാഡികളെ കൂടാതെയാണ്. പ്രധാനപ്പെട്ട 14 നാഡികളും അത്ര പ്രാധാന്യമില്ലാത്ത 72,000 നാഡികളും. ഇതൊക്കെ എങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി നമ്മുടെ മഹർഷിമാർ, യോഗീശ്വരന്മാർ? അവരോട് തന്നെ ചോദിക്കണം. സൂക്ഷ്മദൃഷ്ടികളാണല്ലോ അവർ. അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായി എന്തുകൊണ്ട്? അത്യന്തം സൂക്ഷ്മമായ പരമാത്മതത്വത്തെ പോലും സാക്ഷാത്കരിച്ച അവർക്ക് ശരീരത്തിലുള്ള നാഡികളുടെ എണ്ണം കണ്ടുപിടിക്കാനാണോ പ്രയാസം? സുഷുമ്നയുടെ പിന്നിൽ തണ്ടെല്ലാം അത് ബലം. സുഷുമ്ന എന്ന് പറയുന്നത് നാഡിയാണ്, നട്ടെല്ലിനകത്തൂടെയാണ് അത് വ്യാപിക്കുന്നത്. ഈ നട്ടെല്ല്, സ്പൈനൽ കോഡ് എന്ന് പറയുന്നില്ലേ നമ്മൾ, ആ നട്ടെല്ല് വളരെ വളരെ പ്രധാനമാണ്. ഈ ഡിസ്ക് പ്രോബ്ലവും മറ്റുമൊക്കെ ഈ നട്ടെല്ലിലാണ് ഈ ഡിസ്കുകളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. ഉയരത്തിൽ നിന്ന് താഴെ വീണ് നട്ടെല്ലിന് ക്ഷതം പറ്റിയാൽ കിടപ്പായി പോവും, ഒരു വശം തളർന്നു പോവും. വളരെ അപകടകരമാണ് ഈ നട്ടെല്ലിന് സംഭവിക്കുന്ന ക്ഷതം. ഈ സുഷുമ്നയുടെ പിന്നിൽ തണ്ടെല്ലാം അത് ബലം. തണ്ടല്ല എന്ന് പറഞ്ഞാൽ നട്ടെല്ല്, സ്പൈനൽ കോഡ്. അതാണ് ഈ ശരീരത്തെ അങ്ങനെ നിവർന്ന് നിൽക്കാൻ സഹായിക്കുന്നത്. പിന്നെ വളയാനും കുനിയാനും ഒക്കെ ഓരോ ജോയിൻസിൽ ഓരോ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുനിയുകയും നിവർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ശരീരത്തെ ഇങ്ങനെ നിവർത്തി നിർത്തിയിരിക്കുന്നത് ഈ തണ്ടല്ലാണ്. അത് ഏതുപോലെ? തണ്ടെല്ലാം അത് ബലം കലർന്ന് ദേഹക്ഷേത്രത്തിന് തൂണെന്ന പോലെ. ഗാത്രക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ ദേഹക്ഷേത്രം. ഈ ദേഹക്ഷേത്രത്തിന്, സാധാരണ ക്ഷേത്രത്തിന് തൂണെന്ന പോലെയാണ് ഈ നട്ടെല്ല്. വളർന്ന് ശിരസാകും താഴികക്കുടത്തിന്. അമ്പലത്തിന്റെ ഏറ്റവും മുകളിലാണല്ലോ താഴികക്കുടം. ആ താഴികക്കുടം എന്ന് പറയുന്നത് നമ്മുടെ ശിരസ് തന്നെയാണ്. അതിന് ബലങ്ങൾ കൊടുത്തിരിക്കുന്നതെന്നറിഞ്ഞാലും ഈ തലയുടെ ഭാരം മുഴുവൻ ഈ നട്ടെല്ലാണ് താങ്ങുന്നത്. തലയ്ക്ക് ഭാരമുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ ശരീരഭാരത്തിന്റെ 1/3 അയാളുടെ ശിരസിന് മാത്രം ഉണ്ടാവുന്നു. 60 കിലോ ഭാരമുള്ള ഒരാളുടെ തല മാത്രം വെട്ടിയെടുത്ത് തൂക്കി നോക്കിയാൽ 20 കിലോ ഉണ്ടാവും. അതായത് നമ്മുടെ തല വെട്ടി നമ്മുടെ കയ്യിൽ തന്നാൽ നമുക്കതിൻ്റെ ഭാരം താങ്ങാൻ പറ്റുകയില്ല. 1/3 ഭാരം, ശരീരഭാരത്തിൻ്റെ 1/3 ശിരസിനാണ്. അത്രയും ഭാരമുള്ള ശിരസിനെ, ആ താഴികക്കുടത്തെ താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ നട്ടെല്ലിന് എത്രമാത്രം ബലമുണ്ടായിരിക്കണം. അതാണ് നമ്മൾ പറയാറില്ലേ, എടോ നട്ടെല്ല് വേണോടോ, ആണായ നട്ടെല്ല് വേണം. അത് റബ്ബർ കൊണ്ടുണ്ടാക്കിയതുപോലെ ആവരുത്. ബലം വേണം, നിവർന്നു നിൽക്കണം, വളഞ്ഞ് ഒടിഞ്ഞു തൂങ്ങി നിൽക്കരുത്.
നിവർന്നു നിൽക്കണം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഈ ശിരസ്സാകുന്ന താഴികക്കുടത്തിന് ബലം കൊടുത്ത് അതിനെ താങ്ങി നിർത്തുന്നത് ഈ നട്ടെല്ലാണ്. സാരം വായിക്കാം. ബലവത്തായ സുഷുമ്നാനാഡി ഇട, പിംഗള, ഉഷ, അലംബുഷ, ഹസ്തി, ഗാന്ധാരി, ശംഖിനി, പയസ്വിനി, വിശ്വോദര, സരസ്വതി, രാഗ, ബാലി, സുഖസ്വിനി തുടങ്ങിയ 14 നാഡികൾക്കും പുറമെ 70,000 നാഡികൾ മുകളിൽ നിന്നും കീഴ്പോട്ടായി അതുപോലെ വശങ്ങളിലേക്കും ശരീരമെങ്ങും സ്ഥിതി ചെയ്യുന്നു. ഇവ ദേഹം മുഴുവൻ പടർന്ന് സ്ഥിതി ചെയ്യുന്നത് ദേഹരക്ഷയ്ക്കു വേണ്ടിയാണ്. സുഷുമ്നയുടെ പിന്നിൽ ദേഹക്ഷേത്രത്തിന് തൂണെന്ന പോലെ നട്ടെല്ല് സ്ഥിതി ചെയ്യുന്നു. ശിരസാകുന്ന താഴികക്കുടത്തിന് ബലം കൊടുക്കുന്നത് സുഷുമ്നാനാഡിയും നട്ടെല്ലുമാണ് എന്നറിഞ്ഞുകൊള്ളുക. ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആദിഗുരു അഗസ്ത്യർ ശരീരത്തിലെ നാഡികളെ മർമ്മക്കണ്ണാടി, മർമ്മസൂത്രം തുടങ്ങിയ ഒട്ടേറെ ഏടുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ മലയാള പേരുകളാണ് തുഞ്ചത്താചാര്യർ ചിന്താരത്നത്തിൽ കൊടുത്തിരിക്കുന്നത്. 70,000 നാഡീഞരമ്പുകളെ ശരീരത്തിൽ ഓരോ ഭാഗത്തും സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് തരംതിരിച്ചെഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അഗസ്ത്യ മഹർഷിയാണ്. അവ ശിരസ് മുതൽ പെരുവിരൽ വരെയാണ്. കാലിലെ പെരുവിരൽ തൊട്ട് തല വരെയാണ് ഈ നാഡികൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇവ കൂടാതെ ശരീരത്തിൽ 4448 ഞരമ്പുകളും ഉള്ളതായി അഗസ്ത്യർ വൈദ്യശാസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 4448 ഞരമ്പുകളിൽ നിന്ന് അത്രയും വ്യാധികൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ നാഡിക്കും എന്തെങ്കിലും ചെറിയ തകരാറ് സംഭവിച്ചാൽ, അതിലൂടെയുള്ള പ്രാണചലനത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ പുതിയ ഒരു രോഗമുണ്ടാവും. അപ്പോൾ 4448 ഞരമ്പുകളിൽ ഓരോന്നിനും തകരാറ് സംഭവിക്കുമ്പോൾ 4448 തരം വ്യാധികൾ ഉണ്ടാകും എന്നും അഗസ്ത്യ മഹർഷി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പലവിധ വ്യാധികളെ ചുരുക്കി 8 രോഗമായി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ 4000-ന്റെ കണക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ ചുരുക്കി 8 വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. 8 തരം രോഗങ്ങളായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് മഹത്വമേറിയ ശരീരത്തെ നാം അറിയാതെ നശിപ്പിച്ചു കളയുന്നു. എന്തൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് അല്ലേ ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട 14 നാഡികളെയും അത്ര പ്രാധാന്യമില്ലാത്ത എന്നാൽ അത്യാവശ്യം വേണ്ടതുമായ 70,000 നാഡികളും ഉണ്ട് എന്നാണ് ഈ ശീർഷകത്തിൽ വെളിപ്പെടുത്തിയത്. ഈ ശീർഷകം ഇവിടെ സമാപിക്കുന്നു. അടുത്തത് 42-ാമത്തെ ശീർഷകമാണ്. അതിൻ്റെ പേര് ഗാത്രക്ഷേത്രം. നേരത്തെ പറഞ്ഞല്ലോ ശരീരം അമ്പലം ആണെന്ന്, എന്നാലും അതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ് ഗാത്രക്ഷേത്രം എന്ന ശീർഷകത്തിൽ. അത് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.